Dear students, welcome to English class, 10th Standard Project Tiger by Satyajit Ray. SATYA എന്ന ടെസ്റ്റിലുണ്ട്, SATHYAJITH എന്നും എഴുതാറുണ്ട്. സത്യജിത്ത് റായ്. ഇതിനകം തന്നെ 3 പാർട്ട് 2020 ടോട്ടലി മറ്റുള്ള പുറത്തുള്ള സ്കൂളുകൾക്ക് വേണ്ടി അടക്കം A+ ഞാൻ ചെയ്ത CD, പ്രത്യേകിച്ച് ഈ പാഠത്തിൻ്റെ യൂട്യൂബ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അത് ഒന്നുകൂടി റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് A+ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് 2021 ഒരു റെഫറൻസ് ക്ലാസ് കൂടി മാഷെടുക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ. ഇത് എല്ലാവർക്കും ഇടുന്ന ക്ലാസ് അല്ല, ഇത് നിങ്ങൾക്കായിട്ടുള്ള ക്ലാസ്സാണ്. അതിൽ പാർട്ട് 1. കാരണം ഈ പാഠം വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 പാഠങ്ങളും ഞാൻ അതുപോലെ തന്നെ ഈച്ചൻ്റെ ഒരു പേര മാഷെടുത്തതാണ്. ഇതും വൈസ് പേര ആയിട്ട് വളരെ ടഫായ ചില ഭാഗങ്ങളുള്ള വാക്കുകളുള്ള, എഴുതാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള വാക്പ്രയോഗങ്ങളുള്ള പാഠമാണ്. നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഫോക്കസ് ഏരിയയിൽ ചോദിക്കുന്ന 3ാമത്തെ പാഠം. SLC പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നതാണ് 1ാമത്തെ ബെനിയൻ ട്രീ, 2ാമത്തെ സ്നേക്ക് ആൻഡ് മിറർ, അതിൽ തന്നെ വേർഡ്സ്വർത്തിന്റെ പോയം. ഇപ്പോഴിതാ വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഒരു തവണ നിങ്ങൾ കേട്ടു, ആ കേട്ടതിന് പിന്നാലെ അത് ഉറപ്പിക്കാനായിട്ട്, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്, മനസ്സിൽ പതിപ്പിക്കാനായിട്ട് നമുക്കിതാ ഇതിൻ്റെ റെഫറൻസ് ക്ലാസ്. പ്രൊജക്റ്റ് ടൈഗർ. വാട്ട്സ് മീൻ ബൈ എ പ്രൊജക്റ്റ്? യു നോ, സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അല്ലെങ്കിൽ സ്കൂളുകളും ഒക്കെ അവർക്ക് പദ്ധതി തയ്യാറാക്കാറുണ്ട്. സോ ഇറ്റ് ഇസ് എ പ്രൊജക്റ്റ്. അതാണൊരു പ്രൊജക്റ്റ്, എ പ്ലാൻ ആൻഡ് പ്രോഗ്രാം, ഒരു പദ്ധതി. ഇവിടെ പ്രൊജക്റ്റ് ടൈഗർ ആണ്, ടൈഗറിനെ വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അതായത് ഒരു ഫിലിം ഷൂട്ടിംഗ് ആണ്. അതാണ് പ്രൊജക്റ്റ് ടൈഗർ. സത്യജിത്ത് റായ് എന്ന വിശ്വപ്രസിദ്ധനായ ഇന്ത്യൻ ഫിലിം മേക്കർ, ഈസ് ഡയറക്ടർ ഓൾസോ, ഈസ് സ്ക്രിപ്റ്റ് റൈറ്റർ ഓൾസോ. അയാൾ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്, ഫിലിം മേക്കറാണ്, വേൾഡ് ഫേമസ് ആണ്. ഇന്ത്യയുടെ സിനിമ എന്ന ആ മുഖ ലോക സിനിമയ്ക്ക് മുന്നിൽ എത്തിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഷൂട്ടിങ്ങിനെ പറ്റിയാണ് ഈ പാഠഭാഗം. അതിൽ ഒരു ടൈഗർ, ഒരു മൃഗത്തെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നതും, എന്നാൽ അത് വിജയിക്കുന്നതുമാണ് പ്രൊജക്റ്റ് ടൈഗർ. പ്രൊജക്റ്റ് ടൈഗർ, ടൈഗർ കടുവയെ വെച്ചുകൊണ്ടുള്ള ഈ പദ്ധതി, ഈ ഫിലിം ഷൂട്ടിംഗ്. യെസ്, no one can defeat. Beat means defeat. FDEFEAT. ഞാൻ പ്രധാനപ്പെട്ട വാക്കുകളാത് എഴുതി വെച്ചതാണ്, നിർബന്ധമായിട്ടും കെട്ടേണ്ടിയിട്ട്. ബീറ്റ് മീൻസ് ഡിഫീറ്റ്, തോൽപ്പിക്കുക. നോക്കൂ, no one can beat Hollywood, the film city of USA. നമുക്ക് ബോളിവുഡ് എന്ന് പറയുന്ന മാതിരി ആ പേരിന്റെ അനുകരണമായിട്ടാണ് പിന്നീട് ബോളിവുഡും കോളിവുഡും ടോളിവുഡും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തത്. കേരളത്തിന്റെ സിനിമയെ സംബന്ധിച്ചിടത്ത് കോളിവുഡും തമിഴ്നാടിന്റെ സിനിമയും അതുപോലെ തന്നെ തെലുങ്കാനയുടെ സിനിമയും വരുമ്പോൾ ടോളിവുഡും അതുപോലെ തന്നെ ബോംബെ വരുന്നേരം ബോളിവുഡും അങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തിന്റെ അനുകരണത്തിൽ? ഹോളിവുഡിന്റെ അനുകരണത്തിൽ. ഹോളിവുഡ് ഇസ് ദ വേൾഡ് ഫേമസ് ഫിലിം സിറ്റി ഓഫ് USA, ദാറ്റ് ഈസ് അമേരിക്ക. അതായത് ജുറാസിക് പാർക്കും അതേപോലെ തന്നെ ടൈറ്റാനിക്കും എന്ന് വേണ്ട അവതാറും ഒക്കെ ഹോളിവുഡിന്റെ പ്രൊഡക്ഷൻസ് ആണ്. പ്രൊജക്ട്, എ പ്ലാൻ ആൻഡ് പ്രോഗ്രാം, ഒരു പദ്ധതി. ഹോളിവുഡ്, ദ ഫിലിം സിറ്റി ഓഫ് USA. ഓക്കെ, no one can defeat or beat Hollywood,
when it comes to making films with animals in them. സിനിമയിൽ മൃഗങ്ങളുണ്ടെങ്കിൽ മൃഗങ്ങളെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്കയെ എസ്പെഷ്യലി ഹോളിവുഡിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ സിനിമകൾ അത്രയും ബ്രിട്ടനിലൊന്നല്ല എടുക്കുക, നേരെ ഹോളിവുഡിലേക്കാണ് പോണത്. ഹോളിവുഡ് സിനിമയാണ് വരുന്നത്. വേൾഡ് ഫേമസ് ആക്ടേഴ്സ് അഭിനയിക്കുന്നൊക്കെ തന്നെ. സോ മേക്ക് പ്രൊഡ്യൂസ് ഫിലിംസ് വിത്ത് ഹ്യൂമൻ ബീങ്സ്, സാധാരണ കാര്യം, മനുഷ്യരെ വെച്ച് സിനിമ എടുക്കുക. ബട്ട് ആനിമൽ ആസ് ദ മെയിൻ ക്യാരക്ടർ. എന്നാൽ മൃഗം പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് മൃഗങ്ങളെ വെച്ചുകൊണ്ട് സിനിമ എടുക്കുക. ആ മൃഗത്തെ അഭിനയിപ്പിക്കാൻ, മൃഗത്തെ കൃത്യസമയത്ത് പങ്കെടുപ്പിക്കാൻ. ഇപ്പം നമ്മുടെ ചില സിനിമകളിലൊക്കെ, മലയാള സിനിമകളിലടക്കം ചിലപ്പോൾ നമുക്ക് ഇത്തരം ഡോഗ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള, എസ്പെഷ്യലി CID മൂസ മാതിരിയുള്ള പടത്തിലൊക്കെ ഡോഗിനെ വെച്ചുകൊണ്ടൊക്കെ. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ആദ്യകാലം മുതൽക്ക് തന്നെ ഹാത്തി മേര സാത്തി എന്ന, ഹാത്തി എന്ന് ചാന തന്നെയാണ്, ആനയെ ഫ്രണ്ടാക്കിക്കൊണ്ട് ഒരു മനുഷ്യന്റെ കുടുംബത്തെ രക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഏറെ വിജയിക്കുന്ന സിനിമയായിരിക്കും. മൃഗങ്ങൾ നല്ല പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മനുഷ്യർ അത് ഏറെ ഇഷ്ടപ്പെട്ട് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മൃഗങ്ങളെ വെച്ച് സിനിമയെടുക്കുന്ന കാര്യത്തിൽ അമേരിക്കയെ തോൽപ്പിക്കാൻ, ഹോളിവുഡിനെ തോൽപ്പിക്കാൻ ലോകത്തിൽ മറ്റാർക്കും കഴിയില്ല എന്ന് ഇന്ത്യൻ സിനിമയുടെ വക്താവായ പ്രതിഭയായ സത്യജിത്ത് റായാണ് പറയുന്നത്. നോക്കൂ, no one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ വെച്ചുകൊണ്ട് സിനിമയെടുത്ത് വിജയിപ്പിക്കാൻ ഹോളിവുഡിനെ പോലെ മറ്റാർക്കും കഴിയില്ല, അല്ലെങ്കിൽ ഹോളിവുഡിനെ തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല. I remember films in my childhood and there were quite a few of them. എന്റെ കുട്ടിക്കാലം മുതൽക്ക്, from my childhood, I had seen films with animals, films casting animals. ഹോളിവുഡ് സിനിമകളൊക്കെ, അത്തരം ചില സിനിമകളൊക്കെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഐ റിമെമ്പർ ഓർക്കുക, ഓപ്പോസിറ്റ് ഫോർഗെറ്റ്. റിമെമ്പർ ഓർക്കുക, ഓപ്പോസിറ്റ് ഫോർഗെറ്റ്. REMEMBER, ഓപ്പോസിറ്റ് ഫോർഗെറ്റ്. ഞാൻ ഓർക്കുന്നു, ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. എന്റെ കുട്ടിക്കാലത്തെ സിനിമകൾ ഞാൻ ഓർക്കുന്നു, മൃഗങ്ങൾ അഭിനയിച്ച സിനിമകൾ. ആൻഡ് ദർ വർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം. തികച്ചും വളരെ കുറഞ്ഞ സിനിമ മാത്രം, ഓൺലി ഫ്യൂ നമ്പേഴ്സ്. ഒരുപാട് സിനിമകളൊന്നുമില്ല, എങ്കിലും ആ സിനിമകൾ ഞാൻ ഓർക്കുന്നു. ദാറ്റ് ഹാഡ് an Alsatian called Rin Tin Tin. ഞാൻ അന്ന് കുട്ടിക്കാലത്ത് കണ്ട ഹോളിവുഡ് സിനിമയിൽ ഒരു മൃഗമുണ്ട്. അത് ഇറ്റ് ഈസ് ആൻ അൽസേഷ്യൻ. കണ്ട, അൽസേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പട്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ആ വൂൾഫിന്റെ രൂപത്തിലുള്ള, ചെന്നായുടെ രൂപത്തിലുള്ള, അല്പം വലുപ്പമുള്ള ആ നായ വിഭാഗം. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പൊ അൽസേഷ്യനെ വെച്ചുകൊണ്ടുള്ള ആ അൽസേഷ്യന്റെ പേരാണ് റിൻ ചിൻ ചിൻ, നെയിം ഓഫ് ദി ഡോഗ്. അൽസേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയിൽ അഭിനയിച്ച പട്ടിയുടെ പേരാണ് റിൻ ചിൻ ചിൻ. അതുകൊണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ദർ വർ ക്വൈറ്റ് ഫ്യൂ ഓഫ് ദം ആൻഡ് ദാറ്റ് ഹാഡ് an Alsatian called Rin Tin Tin. ഞാൻ കണ്ട സിനിമയിൽ ഒരു അൽസേഷ്യൻ ഉണ്ടായിരുന്നു. അൽസേഷ്യന്റെ പേര് റിൻ ചിൻ ചിൻ എന്നായിരുന്നു. ദിസ് ഡോഗ്സ് ആക്ടിംഗ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഈ പട്ടിയുടെ അഭിനയം മോർ ഇംപ്രസീവ്. പഠിച്ച വാക്കാണ് ഇംപ്രഷൻ. നമ്മൾ എത്ര തവണ പഠിച്ചു? ഇംപ്രഷൻ താല്പര്യം, ഇംപ്രസീവ് താല്പര്യം ജനിപ്പിക്കുന്ന. മോർ ഇംപ്രസീവ് ദാൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യന്റെ അഭിനയത്തെക്കാൾ മികവറ്റതായിരുന്നു, കാഴ്ചക്കാർക്കും താല്പര്യം തോന്നിക്കുന്നതായിരുന്നു അൽസേഷ്യനായ റിൻ ചിൻ ചിൻ എന്ന ആ പട്ടിയുടെ അഭിനയം.
who is Rin Tin Tin. It's an Alsatian. The name of that Alsatian dog is a film actor. Rin Tin Tin. Alsatian പട്ടി മാത്രമല്ല, ഫിലിം ആക്ടറുമാണ്. അവന്റെ അഭിനയം അതിമനോഹരമായിരുന്നു, മനുഷ്യനെ വെല്ലുന്ന അഭിനയം. This dog's acting was more impressive than a human's. Later, പിന്നീട് we got to see 3 or 4 other films with Kohli. അതിനുശേഷം അതേ തരത്തിൽ വന്ന ഇൻ ദ സെയിം റേഞ്ച്, അതേ നിരക്കിൽ വന്ന പട്ടികളെ വെച്ചുള്ള 3-4 സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പട്ടിയാണ് കോഹ്ലി, അൽസേഷ്യൻ കോഹ്ലി. പട്ടി വിഭാഗത്തിൽ നമ്മൾ കേട്ടില്ല, പൊമേറിയൻ വിഭാഗമാണ്, ഡോബർമാൻ പട്ടി വിഭാഗമാണ്, അൽസേഷ്യൻ പട്ടി വിഭാഗമാണ്, കോഹ്ലി മറ്റൊരു പട്ടി വിഭാഗമാണ്. അങ്ങനെ കോഹ്ലി വിഭാഗത്തിൽപ്പെട്ട ആ പട്ടിയുടെ പേര് ലസി എന്നാണ്. ലസി എന്ന പട്ടിയുടെ പേര് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽസേഷ്യനിൽ റിൻ ടിൻ ടിൻ ആണെങ്കിൽ കോഹ്ലി വിഭാഗത്തിൽ നിന്നും ലസി എന്ന പട്ടി അഭിനയിച്ച സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ദിസ് ഡോഗ്സ് ആക്ടിംഗ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 other films with a Kohli called Lizzie. So Lizzie is the name of a dog that belongs to Kohli. കോഹ്ലി വിഭാഗത്തിൽപ്പെട്ട പട്ടിയുടെ പേരാണ് ലസി. അൽസേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട പട്ടിയുടെ പേരാണ് റിൻ ടിൻ ടിൻ. ഇത്രയൊക്കെ ഭാഗങ്ങളുള്ളത് കൊണ്ടാണ് ഈ പാഠം ഒന്നുകൂടി ആ തന്ന വീഡിയോ അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നന്നായിട്ട് അറിയാൻ വേണ്ടി മാഷ് വീണ്ടും ഇത് റെഫർ ചെയ്തെടുക്കുന്നത്. This dog's acting was more impressive than a human's. Later, we got to see 3 or 4 other films with a collie called Lizzie. It seemed that the director could make Lizzie do just about anything. ഞങ്ങൾക്ക് മനസ്സിലായി, സംവിധായകന്, ഡയറക്ടർക്ക് ലസി എന്ന പട്ടിയെ കൊണ്ട്, കോഹ്ലി വിഭാഗത്തിൽപ്പെട്ട ലസി എന്ന പട്ടിയെ കൊണ്ട് മനുഷ്യൻ ജയിക്കുന്നതിനേക്കാളും, മനുഷ്യനെ കൊണ്ട് ജയിക്കുന്നതിനേക്കാളും നന്നായിട്ട്, ബെറ്റർ ദാൻ ഹ്യൂമൻ ബീയിങ്സും, മനുഷ്യൻ അഭിനയിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ആ പട്ടിയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അതിന് സംവിധായകന്, ഇവിടെ സത്യജിത് റേ കുട്ടിയാണ്, കുട്ടിക്കാലത്ത് സത്യജിത് റേ കണ്ടതാണ്, അവിടെ അഭിനയിപ്പിക്കുന്ന സത്യജിത് റേ അല്ല. ആ ഹോളിവുഡ് സംവിധായകന് ആ ലസി എന്ന പട്ടിയെ കൊണ്ട്, ആ റിൻ ടിൻ ടിൻ എന്ന അൽസേഷ്യനെ കൊണ്ട് മനുഷ്യനേക്കാളും നന്നായിട്ട് അഭിനയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. യെസ്, മേക്ക് ലസി എന്ന് പറഞ്ഞത് ഡു, ലസിയെ കൊണ്ട് ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് വർ ഫേമസ് സ്റ്റാർസ്. ഈ നോക്കൂ, ഈ പരിശീലനം ലഭിച്ച പട്ടികളൊക്കെ സ്റ്റാർസ് ആണ്. നമ്മുടെ മെഗാസ്റ്റാർ എന്നും സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന മാതിരി ഒരുപക്ഷെ നമ്മുടെ സൂപ്പർ സ്റ്റാർസിനേക്കാളും നന്നായിട്ട് അഭിനയിക്കുന്ന ഡോഗ് സ്റ്റാർസ്, മനുഷ്യൻ സ്റ്റാർസിനേക്കാളും നന്നായിട്ട് അഭിനയിക്കുന്ന ആനിമൽ സ്റ്റാർസ്, മനുഷ്യരെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്ന മൃഗങ്ങൾ, അതിൽപ്പെട്ടവരാണ് റിൻ ടിൻ. നമ്മൾ പറയുന്നില്ല, നമ്മൾ സാധാരണക്കാർ പറയുന്നില്ല, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അസൂയ കൊണ്ടോ പറയുന്നില്ല. അറിയുന്ന, അഭിജ്ഞനായ, അറിവുള്ള, വിശ്വവിഖ്യാതനായ സത്യജിത് റേ പറയുന്നതാണ് ഇംപ്രസീവും ദേൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന്. മനുഷ്യൻ അഭിനയിക്കുന്നതിനേക്കാളും മികവോടെ മൃഗത്തിന് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഹോളിവുഡ് ഫിലിംസിൽ എന്ന്. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. അതുകൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്, സാധാരണഗതിയിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ഒക്കെ വലിയ വലിയ പൈസ വാങ്ങുന്നു. അപ്പൊ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസ് വലിയ പൈസ വാങ്ങുമെന്ന് പറയാൻ അതിന്റെ 10 ഇരട്ടിയൊക്കെയാണ് തമിഴിലെ സൂപ്പർ സ്റ്റാർസ് വാങ്ങുന്നത്. അതിന്റെ 10 ഇരട്ടിയാണ് ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർസ് വാങ്ങുന്നത്. ഹിന്ദി നടന്മാരൊക്കെ പലപ്പോഴും ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് 100 കോടി അതിന്റെ മുകളിലൊക്കെയാണ് പലപ്പോഴും ഈ സൂപ്പർ സ്റ്റാർസ്, പേരെടുക്കാൻ പറയുന്നതിൽ സൂപ്പർ സ്റ്റാർസ് വാങ്ങുന്നത്. തമിഴിലേക്ക് എത്തുന്നേരം അത് 60 കോടിയും അതിന്റെ അപ്പുറത്തേക്കൊക്കെയാണ്. മലയാളത്തിലെത്തുന്നേരം അത് 5 കോടി അതിന്റെ അപ്പുറത്തൊക്കെയൊക്കെയാണ്. അപ്പൊ സത്യത്തിൽ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ 10 പടത്തിൽ അഭിനയിച്ചാലേ തമിഴിലൊരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന പൈസ കിട്ടുള്ളൂ. ഇവിടുത്തെ വലിയ പൈസയാണ്, കാരണം കോടികൾ മുടക്കി. കാരണം എന്താണ്, കേരളം ചെറിയ ഒരു നാക്കില പോലത്തെ സംസ്ഥാനമല്ലേ, ഒരു വാഴയില പോലത്തെ ഇത്തിരിയുള്ളൂ. തമിഴ്നാട് അതിന്റെ എത്ര ഇരട്ടിയാണ്.
തെക്കേ വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ ആൻഡ് വേൾഡ്. അതുകൊണ്ടാണ് അവർക്ക് അത്തരം സ്റ്റാൾസിന് ഒരു 100 കോടി അതിലധികം 200 കോടി ഇപ്പം ആ റേഞ്ചിൽ വാങ്ങുന്ന ആൾ തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ആ തമിഴ്നാട്ടിൽ വേൾഡ് മെഗാസ്റ്റാർ എന്നൊക്കെ പറയുന്ന രജനീകാന്തിന്റെ മാതിരിയുള്ളവരൊക്കെ തന്നെ ഇന്ത്യയിൽ വാങ്ങുന്നവരെ പോലെ ആ പണം വാങ്ങുന്നു. അപ്പൊ ഇവിടെ അവരുടെ കാര്യമല്ല പറയുന്നത്, പാർട്ടീസിന്റെ കാര്യമാണ്. സൂപ്പർ സ്റ്റാർസ് അവര് മനുഷ്യർ വാങ്ങുന്ന പണത്തിനേക്കാളും കൂടുതൽ വാങ്ങുന്നുണ്ടെന്ന് നോക്കൂ. ഹോളിവുഡ് സൂപ്പർ സ്റ്റാർസ് നോക്കൂ. ആൻഡ് ദ മണി ദേ ഏൺഡ്, ഈ പട്ടികൾ സമ്പാദിക്കുന്ന പണം was no less than, no less, കുറവല്ല, no less means കുറവ് അല്ല, കുറവല്ല, മനുഷ്യരായ സ്റ്റാർസ് വാങ്ങുന്നതിനേക്കാളും സൂപ്പർ സ്റ്റാർസ് ഒക്കെ വാങ്ങുന്നതിനേക്കാളും ഒട്ടും കുറവല്ല. നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിന് കിട്ടുന്നതിനേക്കാളും ഒട്ടും കുറവായിരുന്നില്ല അമേരിക്കയിലെ അത്തരം പട്ടികൾ അല്ലെങ്കിൽ അത്തരം മൃഗങ്ങൾ ആയ സ്റ്റാർസിന് കിട്ടുന്ന പണം. their owners could easily make as much as 100,000 rupees from just one film. അക്കാലത്താണ് ഇത് 1950കളിലെ കാര്യമാണ് പറയുന്നത്. സത്യത്തിൽ 600 അപ്പുറത്ത്. അന്ന് 1000 എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വളരെ വലിയ പണമാണ്. നോക്കൂ, അതിന്റെ ഉടമയ്ക്ക് ദ ഓണർ ഓഫ് ദ ആനിമൽ, റിൻറ്റിനാകട്ടെ അല്ലെങ്കിൽ ലസിയാകട്ടെ, അങ്ങനെയുള്ള ഈ പട്ടികളുടെ ഡോഗ്സിന്റെ ഉടമകൾക്ക് സൂപ്പർ സ്റ്റാർസിനെക്കാളും പണം കിട്ടും ഒരു പടത്തിൽ. അത്ര നന്നായി ലാളിച്ച് പരിഗണിച്ച് ആണ് അവരെ കൊണ്ടു നടക്കുന്നത്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നോക്കൂ, വൺസ് അഗൈൻ, no one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ വെച്ചാണ് സിനിമ എടുക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ ഹോളിവുഡ് സിനിമയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്തെ സിനിമകൾ ഞാൻ ഓർക്കുന്നു. ആൻഡ് there were quite a few of them. അവയിൽ ചിലതിൽ പട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. That had an Alsatian called Rin Tin Tin. ഏറെ ഞാൻ ഓർക്കുന്ന പടം റിൻ ടിൻ ടിൻ എന്ന അൽസേഷ്യൻ അഭിനയിച്ച ഒരു പടമാണ്. ലേറ്റർ പിന്നീട് we got to see 3 this dog's acting was more impressive than humans. ഈ റിൻ ടിൻ ടിൻ എന്ന അൽസേഷ്യന്റെ അഭിനയം മനുഷ്യന്റെ അഭിനയത്തെക്കാൾ ഏറെ മികവുറ്റതായിരുന്നു. Later we got to see 3 or 4 other films with a collie called Lassie. അതിനുശേഷം ലസി എന്ന പേരുള്ള കോലി വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു പട്ടി അഭിനയിച്ച 3-4 സിനിമകളും ഞാൻ കണ്ടു. It seemed that the director could make Lassie do just about anything. ആ സംവിധായകന് ലസി എന്ന പട്ടിയെ വെച്ചുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്ന എന്ത് കാര്യങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നു. These trained dogs were famous as stars in their own rights. സ്വന്തം നിലയിൽ ആ പട്ടികൾ മനുഷ്യനേക്കാൾ പ്രശസ്തരും മനുഷ്യനേക്കാൾ പണം സമ്പാദിക്കുന്നവരുമായിരുന്നു. And the money they earned was no less than what a real film star got. ഒരു യഥാർത്ഥ ഹോളിവുഡ് സ്റ്റാറിന് കിട്ടുന്നതിനേക്കാളും പണം ഒരു ഹോളിവുഡ് ആനിമൽ സ്റ്റാറിന്, ഡോഗ് സ്റ്റാറിന് കിട്ടിയിരുന്നു. അത് അത്ഭുതമല്ലേ? Their owners could easily make as much as 100,000 rupees from just one film. നമുക്ക് എന്ത് വേണേ പറയാം, 100,000 rupees വരാം, 100,000 lakhs of rupees, ലക്ഷക്കണക്കിന് രൂപ അതിന്റെ ഉടമകൾക്ക് സമ്പാദ്യമായി കിട്ടിയിരുന്നു. അല്പഭാഗം കൂടി നെക്സ്റ്റ് പേര, രണ്ടാമത്തെ പേര. I realized how reverently REVERENTLY with respect. Reverently means with respect. ബഹുമാനത്തോടെ RESPECT. റെവറൻറ്റ് എന്ന വാക്കിനർത്ഥം REVERENT. റെവറൻറ്റ് മീൻസ് ഹാവിംഗ് റെസ്പെക്ട്. നമ്മൾ
നമ്മുടെ പുരോഹിതന്മാർക്കൊക്കെ കൊടുക്കുന്ന വാക്കാണ്. നമുക്ക് ഒരു പദ്യത്തിൽ ദ ബലാഡ് ഓഫ് ഫാദർ ഗിലിയൻ എന്ന പദ്യത്തിൽ പഠിക്കാനുള്ളത് കൊണ്ടാണ് മാഷിങ്ങനെ എഴുതി വീണ്ടും കാണിച്ചത്. എന്താണ് റവറൻ ഫാദർ, REV ഡോട്ടാഡ് റവറൻ ഫാദർ, ബഹുമാന്യനായ, ബഹുമാനം അർഹിക്കുന്ന, അത്ര ബഹുമാനത്തോടു കൂടി ആൻഡ് ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ പട്ടി, അങ്ങനെയൊന്നും പിടിക്കാനൊന്നും പാടില്ല. വലിയ സൂപ്പർ സ്റ്റാറിന്റെ ബഹുമാനത്തോടു കൂടി വേണം അതിനോട് പെരുമാറാൻ. കണ്ടോ? I realized how reverently these animals actors were treated when I happened to see the shooting of a film 20 years ago in Disney. ഇനി ഇവിടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എഴുതുന്നതിന് മുൻപ്, ഇത് വർഷങ്ങൾക്ക് ശേഷം എഴുതിയതാണ്. ഈ ലേഖനം എഴുതുന്നതിന് മുൻപ് 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സത്യജിത്ത് റായ് അമേരിക്കയിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ പോയിട്ട് ഹോളിവുഡിന്റെ വിശ്വപ്രസിദ്ധമായ ഹോളിവുഡ് സിറ്റിയുടെ, ഫിലിം സിറ്റിയുടെ വിശ്വപ്രസിദ്ധമായ ഷൂട്ടിംഗ് സെന്ററാണ്, സ്റ്റുഡിയോ ആണ് ഡിസ്നി. ആ ഡിസ്നി സ്റ്റുഡിയോയിൽ ഞാൻ ഈ ഷൂട്ടിംഗ് കാണാൻ പോയി. അന്ന് കണ്ട കാഴ്ച അത്ഭുതം ജനിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ മോർ ദാൻ ഹ്യൂമൻ ബീങ്സ് ഡോഗ്സ് ആർ റെസ്പെക്റ്റഡ്. ഈ മനുഷ്യനേക്കാൾ അധികം, നാം എന്ന മനുഷ്യരെക്കാളേറെ ഈ പട്ടികളെ ബഹുമാനിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അത് ഒന്നുകൂടി കേട്ടോളൂ. നമ്മുടെ മലയാളം സ്റ്റാർസും അല്ലെങ്കിൽ തമിഴ് സ്റ്റാർസും ഒക്കെ തന്നെ മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്ന ഒരേ ഒരു ധൈര്യമുള്ള നടൻ ജയനായിരുന്നു. ഡ്യൂപ്പില്ലാതെ, ബാക്കി എല്ലാവർക്കും ഡ്യൂപ്പിനെ വെച്ചാണ്. നമ്മൾ ഈ കാണുന്നതിന് കൈയടിക്കുന്ന സാധനങ്ങളൊന്നും നമ്മുടെ സ്റ്റാർസ് ചെയ്യുന്നതല്ല. അതിനു വേണ്ടി മറ്റുള്ളവർ ചെറിയ പൈസയ്ക്ക് തടി കടാക്കി ചെയ്യുന്നതാണ്. അങ്ങനെ നോക്ക്, ഈ ഡിസ്നി സ്റ്റുഡിയോയിൽ മൂപ്പര് കണ്ട കാഴ്ച എന്നറിയോ? ഒറിജിനൽ പട്ടിക്ക് വേണ്ടി മനുഷ്യനാണ് ഡ്യൂപ്പാവുന്നത്. മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് ഇസ് ദ ഡ്യൂപ്പ് ഓഫ് എ ഡോഗ്. എങ്ങനെയുണ്ട്? റിൻ ടിൻ ടിൻ അഭിനയിക്കുമ്പോൾ എടാ മനുഷ്യ, നീ അവിടെ എനിക്ക് വേണ്ടി ഡ്യൂപ്പായി നിൽക്കുന്ന രീതിയിൽ മൂപ്പരെ ഒരു നോട്ടമുണ്ട്. മനുഷ്യൻ പോയിട്ട് അവിടെ ബഹുമാനത്തോടു കൂടി മൂപ്പരെ കിടക്കേണ്ട ഇടത്തിൽ ഇതാ അടുത്തതാണ് വരുന്നത്, കൈയും കാലൊക്കെ മടക്കി ഇങ്ങനെ കിടക്കും. മനുഷ്യൻ മൃഗത്തിന്റെ ഡ്യൂപ്പായിരുന്ന കാലം, അങ്ങനത്തെ മൃഗങ്ങൾ സിനിമയിൽ അഭിനയിച്ച കാലം, ആ കാലത്തെ കുറിച്ചാണ് ഇവിടെ സത്യജിത്ത് പറയുന്നത്. നോക്കൂ, I realized how reverently, എത്ര ബഹുമാനത്തോടു കൂടിയാണ് these animals actors, ഈ മൃഗങ്ങൾ അഭിനേതാക്കൾ, മൃഗങ്ങളായ അഭിനേതാക്കൾ that were treated, അവർ പെരുമാറിയിരുന്നത്, അവരോട് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ അവരെ പരിചരിക്കും. ട്രീറ്റ് എന്ന വാക്കിനർത്ഥം പരിചരിക്കുക. ട്രീറ്റ്, TREAT, ട്രീറ്റ് മീൻസ് പരിചരിക്കുക. that means care. അത്ര സൂക്ഷ്മമായിട്ടാണ് അവരെ കെയർ ചെയ്തിരുന്നത്. When I happened to see, എവിടെ നിന്നാണ് ഞാൻ അത് കണ്ടത്? സത്യജിത്ത് എവിടെ കണ്ടത്? ദ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം, ഒരു ഫിലിം ഷൂട്ടിംഗ് കണ്ട്. എവിടെ വെച്ചിട്ട് കണ്ടു? എപ്പോഴും കണ്ടു? 20 years ago. എവിടെ വെച്ച് കണ്ടു? ഇൻ ഡിസ്നി സ്റ്റുഡിയോ. നമുക്ക് പാരഗ്രാഫിൽ ചോദ്യം വരുന്നത്, എവിടെ വെച്ചാണ് സത്യജിത്ത് ഇത് കണ്ടത്? ഡിസ്നി സ്റ്റുഡിയോ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കണ്ടത്? 20 years ago. ആരായിരുന്നു അതിലെ മെയിൻ ക്യാരക്ടർ, മെയിൻ ആക്ടർ? ഇറ്റ് വാസ് എ ഡോഗ്. ഇറ്റ് വാസ് എ ഡോഗ്. ആ ഡോഗിനാണ് മനുഷ്യൻ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്നത് കണ്ടത്. The shooting of a film 20 years ago in Disney Studio in Hollywood. കണ്ടോ, ഹോളിവുഡ് എന്ന ഫിലിം സിറ്റിയിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ചാണ് 20 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു പട്ടി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ അഭിനയം നടത്തുമ്പോൾ മനുഷ്യൻ അതിന്റെ ഡ്യൂപ്പായിട്ട് ചെയ്യുന്നത് കണ്ടത്. കണ്ടോളൂ, ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. കണ്ടോ, അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു വലിയ നായാണ്. ഹീസ് ദ ഹീറോ ഓഫ് ദാറ്റ് ഫിലിം. പട്ടിയാണ്, നായാണ് അതിലെ ഹീറോ. I reached the studio to find that the shooting had not yet started. ഞാൻ എത്തിയപ്പോഴേക്കും അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നില്ല. ഒന്നാമത്തെ പേജാണ് വാശപ്പെടുത്തത്. സമ്മറൈസ് ചെയ്യാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ലെസൺ ആണ്. ഇതിന്റെ കാരണം +1 +2 ഫോളോയിങ് പാർട്സ് സിനിമ പാട്ടുകളുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തു വെക്കണം. എന്താണ് പാഠത്തിന്റെ പേര്? പ്രൊജക്ട് ടൈഗർ. കടുവയെ വെച്ചുള്ള ഒരു പദ്ധതി, ഒരു ഫിലിം ഷൂട്ടിംഗ് ആണ്. ആരാണ്? സത്യജിത്ത് റായ്. ആരാണ് സത്യജിത്ത് റായ്? ദ ഗ്രേറ്റ് വെൽ നോൺ ഇന്ത്യൻ ഫിലിം ഡയറക്ടർ. പതേർ പാഞ്ചാലി മാതിരിയുള്ള പടങ്ങൾ എടുത്ത വിശ്വപ്രസിദ്ധ സംവിധായകൻ.
പ്രൊജക്ട് എ പ്ലാൻ പദ്ധതി, ഹോളിവുഡ് ദ ഫിലിം സിറ്റി, അൽസേഷ്യൻ ഒരു പട്ടി, റിൻചിൻചിൻ അൽസേഷ്യന്റെ പേരാണ്, കോഹ്ലി മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട പട്ടി, ലസി കോഹ്ലി വിഭാഗത്തിൽ പെട്ട പട്ടിയുടെ പേരാണ്, ബീറ്റ് എന്ന വാക്കിനർത്ഥം ഡിഫീറ്റ് ചെയ്യുക, റിമെമ്പർ ഓപ്പോസിറ്റ് ഫോർഗെറ്റ്. സോ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് വി കുഡ് സീ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദിസ് സ്റ്റോറി ടെല്ലിംഗ്. എന്താണ് സത്യജിത് റായ് says about how beautifully the animals act in films. He says it is more impressive than human beings. അതിൽ പറഞ്ഞു പ്രത്യേകിച്ച് എസ്പെഷ്യലി Alsatians, collies such as Rintin, Lizzie, etc. എന്നിട്ട് പറയുന്നു they were heroes of that films. Yes, let us continue tomorrow.